നമസ്കാരം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് പഴയ മദ്രാസ്, ഇന്നത്തെ തമിഴ്നാട് തന്നെ, അവിടെ സംഭവിച്ച ഇതുവരെ തെളിയിക്കപ്പെടാനാവാത്ത കുറെ കൊലപാതകങ്ങളുണ്ട്. ഇതിലെ ചില കൊലപാതകങ്ങളെ കുറിച്ച് ശ്രീ GR ഇന്ദുഗോപൻ തൻ്റെ മർഡർ ഇൻ മദ്രാസ് എന്ന ഒരു പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ തെളിയിക്കപ്പെടാത്ത കൊലപാതകങ്ങൾ എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്നത്തെ പത്രമാധ്യമങ്ങളിലും കോടതി വരാന്തകളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കഥകളെക്കുറിച്ചും അല്ലെങ്കിൽ അന്നത്തെ വിവരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സമാഹാരമാണ് ഈ ശ്രീ ഇന്ദുഗോപൻ എഴുതിയ മർഡർ ഇൻ മദ്രാസ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇത്തരം കൊലപാതകങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണാത്മകമായ സമീപനം എന്നൊക്കെ വേണമെങ്കിൽ ആ കഥകളെ അല്ലെങ്കിൽ ആ വിവരണങ്ങളെ നമുക്ക് പറയാം. ഏതായാലും വായനക്കാരിൽ ഒരു ചെറിയ ഉദ്വേഗം ജനിപ്പിക്കുന്ന ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ നടന്നിരുന്നു എന്നൊക്കെ അറിയുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു വായനാനുഭവം ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു കഥയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇത് ലക്ഷ്മികാന്തൻ വധം എന്ന പേരിൽ അക്കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു. പത്രമാധ്യമങ്ങൾ 1944 കാലഘട്ടത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച തമിഴ് സിനിമാ രംഗത്തെ വരെ പിടിച്ചു കുലുക്കിയ സംഭവ വികാസങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ ലക്ഷ്മികാന്തൻ വധം എന്ന സംഭവ പരമ്പര. യഥാർത്ഥത്തിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണാത്മക വിവരണമാണ് ഈ ഞാൻ വായിക്കുന്ന ഈ കഥയിലുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ക്ലൈമാക്സ് കാലം. ജപ്പാൻ സൈന്യം ദക്ഷിണ പൂർവേഷ്യയിലേക്കും അന്തമാനിലേക്കും ഒക്കെ ഇരമ്പിയെത്തി. ഭയന്നുപോയ ബ്രിട്ടീഷുകാർ ആൻഡമാൻ ജയിലിലെ തടവുകാരെയൊക്കെ മദ്രാസിലേക്ക് മാറ്റി. തിരക്ക് ഭയന്ന് കാലാവധി പൂർത്തിയാവാറായവരെയൊക്കെ നേരത്തെ തന്നെ സ്വതന്ത്രരാക്കി. അക്കൂട്ടത്തിൽ പുറത്തു വന്ന ഒരാളായിരുന്നു ഈ ലക്ഷ്മികാന്തൻ. അയാളുടെ ജീവിതം വളരെ ദുരൂഹമായിട്ടുള്ള ഒന്നാണ്. കുട്ടിക്കാലത്തെ നിയമജ്ഞനാകണമെന്നായിരുന്നു മോഹം. പക്ഷെ ദാരിദ്ര്യം ലക്ഷ്മികാന്തനെ അതിന് അനുവദിച്ചില്ല. പിന്നെ നിയമത്തെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിച്ചു. അതിനായി വക്കീലന്മാരുമായി അടുപ്പം പുലർത്തി. വക്കീലന്മാരുടെ ഏജന്റായി. അവർക്ക് കക്ഷികളെ തപ്പിയെടുത്തു കൊടുക്കുന്ന ജോലിയായി. അവർക്കായി വ്യാജരേഖകൾ ചമയ്ക്കുന്ന പണി വരെ ഏറ്റെടുത്തു. ഒപ്പം മദ്രാസിലെ കുറ്റവാളികളുമായി അടുപ്പമായി. തുടർന്ന് സ്വന്തം നിലയ്ക്ക് ഇരകളെ തേടി പുറത്തിറങ്ങിയതോടെ ലക്ഷ്മികാന്തൻ പലർക്കും പേടി സ്വപ്നമായി മാറിയിരുന്നു. പേടി കൂട്ടാൻ ഉപയോഗിച്ചത് പത്രപ്രവർത്തകൻ എന്ന ലേബലായിരുന്നു. അതും ഒരു വലിയ ഭ്രമമായിരുന്നു. നേരത്തെ അകത്തായതും അങ്ങനെയുള്ള ഒരു പത്രം തുടങ്ങാനുള്ള ശ്രമത്തിനിടയിലാണ്. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഡെയിലി എക്സ്പ്രസ് എന്ന പത്രം താൻ വാങ്ങിയതായി വ്യാജരേഖയുണ്ടാക്കി. കേസ് മദ്രാസ് ഹൈക്കോടതിയിലെത്തി. കുറ്റം തെളിയിക്കപ്പെട്ടു. 7 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആൻഡമാൻ ജയിലിലേക്ക് നാട് കടത്തപ്പെട്ടത്. 1932 മുതൽ 39 വരെ അവിടെ കാരാഗൃഹവാസം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ലക്ഷ്മികാന്തൻ മോചിപ്പിക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള മദ്രാസ് ശരിക്കും തകർച്ചയുടെ വക്കിലായിരുന്നു. പച്ച പിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അന്ന് അവിടുത്തെ മനുഷ്യരെല്ലാവരും തന്നെ. മലേഷ്യ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രാണനും കൊണ്ട് ഓടി വന്ന ആൾക്കാരിൽ ദരിദ്രന്മാരും ഉണ്ടായിരുന്നു, അതിസമ്പന്നന്മാരും ഉണ്ടായിരുന്നു. അവർ മദ്രാസിൽ കാശിറക്കി തുടങ്ങി. മദ്രാസ് ലക്ഷ്മികാന്തന് വളക്കൂറുള്ള ഒരു മണ്ണായി മാറി. പത്തിയുയർത്താൻ പറ്റിയ അവസരമായി. സമ്പന്നരിൽ ഭയം വളർത്തി അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുക എന്ന എളുപ്പപ്പണിയാണ് ലക്ഷ്മികാന്തൻ സ്വീകരിച്ചത്. അവരെ പിന്തുടർന്ന് അവരുടെ സ്വകാര്യതകളുടെ അറ്റവും തുമ്പും വെച്ച് ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുകയായിരുന്നു അയാളുടെ രീതി. സമ്പന്നരെ സ്ത്രീകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കഥകൾക്കായിരുന്നു കൂടുതൽ സാധ്യത. അത് എളുപ്പമായിരുന്നു. 1940കളോടെ തമിഴ് സിനിമ മദ്രാസിൽ കാലുറപ്പിച്ചു തുടങ്ങിയിരുന്നു. സിനിമക്കാർ താരങ്ങളായി മാറി തുടങ്ങിയിരുന്നു. സിനിമയുടെ ഇതിവൃത്തം പുരാണേതിഹാസങ്ങളിൽ നിന്ന് കുടുംബ വിഷയങ്ങളായി മാറി. സാധാരണ സ്ത്രീ കഥാപാത്രങ്ങളുടെ ആവശ്യകതയേറി. ദക്ഷിണേന്ത്യയിലെ ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് വരെ യുവതികൾ ഭാഗ്യം പരീക്ഷിക്കാനായി മദ്രാസിലേക്ക് ഒഴുകിയെത്തി. ഇവരെ ചൂഷണം ചെയ്യുന്നവരെ കൊടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഒടുവിൽ ആ പരീക്ഷണങ്ങൾക്ക് സ്വന്തം ജീവൻ തന്നെ നൽകേണ്ടി വന്നു ലക്ഷ്മികാന്തന്. മദ്രാസ് സിനിമാ വ്യവസായത്തെ പിടിച്ചു കുലുക്കിയ മരണമായിരുന്നു ലക്ഷ്മികാന്തന്റെ കൊലപാതകം. ആ കുലുക്കത്തിൽ
അപ്രതീക്ഷിതമായി ചില വിഗ്രഹങ്ങൾ വീണുടഞ്ഞു. ലക്ഷ്മികാന്തന്റെ ജീവിതം എത്രത്തോളം നിഗൂഢമായിരുന്നുവോ അത്രത്തോളം തന്നെയായിരുന്നു മരണവും. ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല, മരണത്തിലും അയാൾ ഒട്ടേറെ പേരുടെ ജീവിതത്തെ വലിച്ചു കീറി. അതിലെ ഒരു പ്രധാനി അക്കാലത്തെ ഒരു തമിഴ് സിനിമാ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇന്ത്യയിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം, അതായത് രണ്ടാം മഹാലോക യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായി. 1944 നവംബർ 8-നാണ് മദ്രാസിനെ ഞെട്ടിപ്പിച്ച ആ കൊലപാതകം നടന്നത്. മദ്രാസിലെ ജനം അല്ലാതെ തന്നെ അങ്കലാപ്പിലായിരുന്നു. ജപ്പാൻ യുദ്ധവിമാനം 1943 ഒക്ടോബർ 11 മദ്രാസിൽ ബോംബിട്ടു. അതിന്റെ ഭയം, വ്യാജ പ്രചാരണം ഒഴിവാക്കാൻ പത്രങ്ങൾക്കും എന്തിന് കത്തുകൾക്ക് പോലും സെൻസർഷിപ്പ് നിലനിന്നിരുന്ന കാലം. ഇതിനിടെയാണ് വ്യാജരേഖാ കേസിൽ പ്രതിയായി ആൻഡമാൻ ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ ലക്ഷ്മാകാന്തൻ സിനിമാ ദൂത് എന്ന മഞ്ഞപ്പത്രം തുടങ്ങിയത്. താരങ്ങളുടെ അണിയറ രഹസ്യങ്ങൾ, ഉന്നതരുടെ അവിഹിതങ്ങൾ, സിനിമയിൽ ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കണ്ണുനീർ കഥകൾ. നല്ല വിൽപ്പന. നടിമാരും സിനിമയിലെ ഉന്നതരും അതോടെ ഗവർണർ ജെയിംസ് ഹോപ്പിനെ കണ്ട് സങ്കടം പറഞ്ഞു. 1944 സിനിമാ ദൂത് പൂട്ടിക്കെട്ടാൻ ഉത്തരവായി. ലക്ഷ്മികാന്തിനെ തളയ്ക്കാൻ അതുകൊണ്ടൊന്നും ആയില്ല. അയാളുടെ കയ്യിൽ പൂത്ത കാശുണ്ടായിരുന്നു. അടച്ചിട്ട ഹിന്ദു നേഷൻ, പിന്നീട് നേഷൻ എന്നറിയപ്പെട്ടിരുന്ന ആ പത്രം അയാൾ വിലയ്ക്ക് വാങ്ങി. വൻ തിമീങ്കലങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു പുത്തൻ വരവ്. തമിഴ് സിനിമയിലെ മുടിചൂടാമന്നനായ MK ത്യാഗരാജ ഭാഗവതർ, ഹാസ്യ നടൻ NS കൃഷ്ണൻ, കോയമ്പത്തൂരുകാരനായിരുന്ന നിർമ്മാതാവും സംവിധായകനുമായിരുന്ന ശ്രീരാമലു നായിഡു എന്നിവരായിരുന്നു പ്രധാന ഇരകൾ. ഇവരുടെ ചൂടൻ കഥകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടു. തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഭാഗവതർ. ആരാധനമൂർത്ത് MK ത്യാഗരാജ ഭാഗവതരെ കാണാൻ യുവതികൾ വീട് വിട്ട് മദ്രാസിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കാലം. അദ്ദേഹം യാത്ര ചെയ്യുന്ന തീവണ്ടി കാണാനായി മാത്രം ജനം റെയിൽവേ സ്റ്റേഷനുകളിൽ തടിച്ചുകൂടി. തമിഴ് സിനിമാ വ്യവസായത്തിൽ ആദ്യത്തെ മേഴ്സിഡസ് ബെൻസ് കാർ സ്വന്തമാക്കിയ അതിസമ്പന്നനാണ് ഈ ത്യാഗരാജ ഭാഗവതർ. തമിഴ് സിനിമാ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി 1 വർഷത്തിലധികം പ്രദർശിപ്പിച്ച ചിന്താമണി എന്ന സിനിമയിലെ നായകൻ. ഭാഗവതരെയും ചിത്രത്തിലെ നായിക സന്താനലക്ഷ്മിയെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ലക്ഷ്മികാന്തൻ നിരന്തരമായി എഴുതി. ഇക്കാലത്താണ് ലക്ഷ്മികാന്തനെതിരെ ആദ്യത്തെ വധശ്രമം ഉണ്ടായത്. 1944 ഒക്ടോബർ 19 വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് വടിവേലു എന്നൊരാൾ ലക്ഷ്മികാന്തന്റെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഹിന്ദു നേഷൻ പത്രത്തിന്റെ പ്രൂഫ് റീഡർ ആയിരുന്ന നാഗലിംഗമായിരുന്നു ആസൂത്രകൻ. ഇവര് തമ്മിൽ തെറ്റിയിരുന്നു. കഴുത്തിലെ മുറിവ് മാരകമായിരുന്നില്ല. അതിനാൽ പോലീസ് കേസ് കാര്യമായിട്ടൊന്നും എടുത്തില്ല. രണ്ടാമത്തെ ആക്രമണം 1944 നവംബർ 8-നായിരുന്നു. നാഗലിംഗത്തിനും വടിവേലിനും എതിരെയുള്ള കേസിനെ കുറിച്ച് സംസാരിക്കാൻ ജനറൽ കോളിൻസ് റോഡിലെ വക്കീൽ നാർഗുണത്തിന്റെ വീട്ടിലെത്തിയതാണ് ലക്ഷ്മികാന്തൻ. വക്കീലിനെ കണ്ട് 10 മണിയോടെ റിക്ഷയിൽ മടങ്ങാൻ തുടങ്ങുമ്പോൾ നാഗലിംഗവും വടിവേലുവും ഓടി വന്ന് റിക്ഷ തടഞ്ഞു. വടിവേലു ലക്ഷ്മികാന്തനെ കുത്തി. ഇത്തവണ വയറിന്റെ ഇടതുഭാഗത്ത്. ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ ലക്ഷ്മികാന്തൻ പോലീസ് സ്റ്റേഷനിൽ കയറി മൊഴി നൽകി. പിറ്റേന്ന് നില ഗുരുതരമായി. വെളുപ്പിന് 4:15 അദ്ദേഹം മരിച്ചു. മരിക്കുമ്പോൾ ലക്ഷ്മികാന്തന് 50 വയസ്സായിരുന്നു പ്രായം. കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കുത്തിയ വടിവേലുവിനെയും നാഗലിംഗത്തെയും അറസ്റ്റ് ചെയ്തു. ഇരുവരെയും റിക്ഷക്കാരൻ തിരിച്ചറിയുകയും ചെയ്തു. നവംബർ 11 പോലീസിന്റെ കയ്യിൽ ഒരു എഴുത്ത് ലഭിച്ചു. ലക്ഷ്മികാന്തനെ അവസാനിപ്പിച്ചുവെന്നും ഈ വാർത്ത പുറത്തറിയരുത് എന്നുമായിരുന്നു ഉള്ളടക്കം. അയച്ചയാളിനെയും മേൽവിലാസക്കാരനെയും കണ്ടെത്തി. സൂപ്പർ സ്റ്റാർ MK ത്യാഗരാജ ഭാഗവതർ, ഹാസ്യനടൻ NS കൃഷ്ണൻ, നിർമ്മാതാവ് ശ്രീരാമലു എന്നിവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഇവരുടെ വിശ്വസ്തനാണ് കൊല നടത്തിയതെന്നും ഇവർ മൊഴി നൽകിയതോടെ കേസ് തിരിഞ്ഞു. കൊലപാതക സ്ഥലത്ത് നിന്ന് ഓടിമറഞ്ഞ ജയാനന്ദൻ എന്നയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. അന്നത്തെ നടി മാധുരിയുടെ ജ്യേഷ്ഠനായിരുന്നു ഇയാൾ. തന്റെ സഹോദരിയെക്കുറിച്ച് ലക്ഷ്മികാന്തൻ പല അനാവശ്യങ്ങളും എഴുതിയതിന്റെ പകയുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ജയാനന്ദനെ മാപ്പുസാക്ഷിയാക്കി. ലക്ഷ്മികാന്തനെ വധിക്കാനും കേസ് നടത്താനുമുള്ള കാശ് ത്യാഗരാജ ഭാഗവതർ, കൃഷ്ണൻ എന്നിവർ നൽകുമെന്ന് തനിക്ക് ഉറപ്പു ലഭിച്ചിരുന്നതായി ജയാനന്ദൻ മൊഴി നൽകി.
ഇതിനായി വടിവേലുവും മറ്റും തന്നെ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. മേക്കപ്പ് റൂമിൽ കാത്തിരുന്നപ്പോൾ അവിടെ ഭാഗവതരും കൃഷ്ണനും വന്ന് കാര്യം തീർത്താലുടനെ 2500 രൂപ നൽകാമെന്ന് ഭാഗവതർ ഉറപ്പ് നൽകിയെന്നും അയാൾ പറഞ്ഞു. 1944 ഡിസംബർ 27 തമിഴ് ഈസൈ സംഘത്തിൽ കച്ചേരി അവതരിപ്പിച്ചു മടങ്ങിയ ഭാഗവതരെ പോലീസ് നടു റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. സേലത്തെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കൃഷ്ണനും അറസ്റ്റിലായി. വാർത്ത ഭാഗവതരുടെ ആരാധകരെ ഞെട്ടിച്ചു. ഭാഗവതരും TR രാജകുമാരിയും അഭിനയിച്ച് അറസ്റ്റിന് 2 മാസം മുമ്പ് പുറത്തിറങ്ങിയ ഹരിദാസ് എന്ന ചലച്ചിത്രം അതിന്റെ ആഘാതത്തെ തുടർന്ന് തകർത്തോടിയത് 748 ദിവസം. തമിഴ് സിനിമാ ചരിത്രത്തിലെ ആ റെക്കോർഡ് 60 വർഷം നിലനിന്നു. 2005 ഇറങ്ങിയ രജനീകാന്ത് അഭിനയിച്ച ചന്ദ്രമുഖിയാണ് ഇത് തകർത്തു എന്ന് പറയപ്പെടുന്നത്. 3ഉം 4ഉം പ്രതികളായ ഭാഗവതർക്കും കൃഷ്ണനും ജാമ്യം ലഭിച്ചെങ്കിലും 1945 ഫെബ്രുവരി 12 മദ്രാസ് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കി. ഇരുവരെയും കസ്റ്റഡിയിലെടുക്കാൻ ജസ്റ്റിസ് ബയേഴ്സ് അനുമതി നൽകി. പിന്നെയും ട്വിസ്റ്റ്. ലക്ഷ്മികാന്തന്റെ ഈ വധം എങ്ങനെയൊക്കെയാണ് തമിഴ് സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയതെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നന്ദി.